Today is week 23rd Zoom live session. നമ്മൾ 23 വീക്കായി ആൻഡ് എത്ര ഡേയ്സ് ആയി അറൌണ്ട് 163rd ഡേ ആണ് 162 ഡേയ്സ് ഓഫ് ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് എ സ്റ്റെയർ കേസ് ആക്ടിവിറ്റി ആണോ ഇത്? ആക്ടിവിറ്റി യെസ്, സ്റ്റെപ്സ് ടു ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. വാവ്, വെരി ഗുഡ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു ആരൊക്കെ ഈ സ്റ്റെയർ കേസ് ആക്ടിവിറ്റി ഇതുപോലെ ചെയ്തു എന്നുള്ളത്. വെരി ഗുഡ് സ്വപ്ന, വെരി നൈസ്. വേറെ ആരൊക്കെ ഇങ്ങനെ ഈ ഒരു സ്റ്റെയർ കേസ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളവരൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഐ വിൽ ബി ഹാപ്പി ടു സീ ഇറ്റ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ലൈവ് സെഷന്റെ തീം എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ലേണിംഗ് വിത്ത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ കുറെ സംഭവങ്ങൾ പഠിച്ചില്ലേ 162 ദിവസത്തെ ടാസ്കുകളിലൂടെ, അതുപോലെ ഈ 23 ലൈവ് സെഷൻസിലൂടെ we've learned a lot. We've got a lot of inputs. ഈ ഇൻപുട്സിനൊക്കെ എങ്ങനെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യും, നമ്മൾ എങ്ങനെയൊക്കെ ഇതിനൊരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ടുഡേ വി ആർ ലുക്കിംഗ് ഹൗ വിൽ വി apply and expand our English learning in everyday life. Okay, so we'll begin with our agenda. That is ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് reflections on implementing advanced English, diving deep into English media. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത്. ഞാൻ ചോദിക്കും how did you all dive, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് മീഡിയയിലേക്ക് ഡൈവ് ചെയ്തതെന്ന് ഞാൻ ചോദിക്കും. So be prepared with that. Then creative English challenge, then English for professional networking, English interaction in the digital world, setting the stage for lifelong English learning. Okay, so word of the day, coherence. കോഹറൻസ് എന്ന് എടുത്ത് പറയണ്ട, നമ്മളത് പറയുമ്പോൾ കോഹറൻസ് എന്ന് പറയും. ഓക്കെ, എച്ച് ഉണ്ട്, എച്ച് സൈലന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി സൈലന്റ്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് കോഹറൻസ് എന്നെടുത്ത് പറയണ്ട, റാദർ എന്താണ് കോഹറൻസ്. കോഹറൻസ്. ഓക്കെ, ആ റാവും ആ സൗണ്ടില്ലേ ആറും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, എന്താണ് കോഹറൻസിന്റെ മീനിങ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കോഹറൻസ്? Can anyone help me? ഇവിടെ ഉള്ളത് നോക്കാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഗസ് ചെയ്തോളൂ. What is meant by coherence? നമ്മൾ ആൾക്കാരുടെ ക്വാളിറ്റി ആയിട്ട് പറയാറുണ്ട്. ചില ആൾക്കാർ നമ്മൾ പോവാറ് നല്ല ഒരു കോറന്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നല്ല ഇന്റഗ്രിറ്റി ഉള്ള ഒരാളാണെന്നൊക്കെ പറയാറില്ലേ. കോഹറൻസ് എന്നത് ഇന്റഗ്രിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വാട്ട് ഇസ് കോഹറൻസ്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മള് കൺസിസ്റ്റന്റ് ആയിരിക്കുക, നമ്മൾ ചെയ്യുന്നേം പറയുന്നേം കാര്യങ്ങളൊക്കെ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കുക. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തില് കൺസിസ്റ്റൻസി കാണിക്കുക. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ബി കോഹറന്റ് ഇൻ യുവർ ഇംഗ്ലീഷ് ലേണിംഗ്. കോഹറന്റ് ആവുക ബോണ്ടിങ് വിത്ത് എവ്രി വൺ അല്ല, ഇത് മറിച്ച് നമ്മളെ തന്നെ ആയിട്ട് ബോണ്ട് ചെയ്യുന്നതിനെ കോഹറന്റ് എന്ന് പറയാം. അതായത് നമ്മൾ ഇപ്പൊ ഞാൻ എല്ലാവരുടെ പറയാണ് എന്താ പുകവലി ആരോഗ്യത്തിന് ഹാനികരാണ് എന്ന് ഞാൻ എല്ലാവരുടെ പറഞ്ഞെടുക്കാണ്. എന്നിട്ട് ഞാൻ പുകവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഐ ഡോണ്ട് ഹാവ് എനി കോഹറൻസ്. എന്താണ് കാരണം? ഞാൻ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു കോഹറൻസും ഇല്ല. കോഹറൻസിന് നമ്മൾക്ക് പരസ്പര ബന്ധം എന്ന് പറയാം, പക്ഷെ അത് ആൾക്കാർ തമ്മിലുള്ള പ്രതിബദ്ധത, കൈൻഡ് ഓഫ് അങ്ങനെ ഒരു കൃത്യമായിട്ട് പ്രതിബദ്ധത നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ആൾക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധമല്ല, നമ്മളുടെ തോട്ട്സും നമ്മളുടെ ആക്ഷൻസും തമ്മിലുള്ള ബന്ധം. കോഹറൻസ് അതായത് സിസ്റ്റമാറ്റിക് ഓർ ലോജിക്കൽ കണക്ഷൻ ഓർ കൺസിസ്റ്റൻസി. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ എസ്സേ ആസ് എ ഹോൾ ലാക്സ് കോഹറൻസ്. ഈ എസ്സേയിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന്. വെരി ഗുഡ്. കവിതയുടെ ആക്ടിവിറ്റീസ് അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇടയിൽ അയക്കില്ല കേട്ടോ, ഞാൻ ചോദിക്കുമ്പോൾ അയക്കണേ. ബിക്കോസ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന്റെ ഇടയിൽ ഇവിടെ വരുമ്പോൾ എനിക്കത് നോക്കാതെ നിൽക്കാനും വയ്യ, പക്ഷെ നമ്മുടെ ഇപ്പുറത്തെ ഫ്ലോ പോവും. സോ ഞാൻ എന്തായാലും കവിതയുടെയും സ്വപ്നയുടെയും കണ്ടിട്ടുണ്ട്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ബാക്കിയുള്ളവര് ഇനി ഞാൻ ചോദിക്കുമ്പോൾ അയക്കണേ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. സോ ഇനി കോഹറൻസ് എന്നത് നൗൺ ആണ്, അത് വേർബ് ഫോം ആക്ഷൻ ഫോമിലേക്ക് വരുമ്പോ എന്താണ് കോഹറന്റ് എന്നാവും. കോഹറൻസ് ഉള്ള ഒരാളെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, എന്താ രമേശ് സത്യദേവൻ ഇസ് എ വെരി കോഹറന്റ് പേഴ്സൺ. നല്ല കോഹറൻസ് ഉള്ള ഒരാളെ നമുക്കൊരു കോഹറന്റ് ആയ ആള് എന്ന് പറയാം. ഓക്കെ, സോ സ്പെല്ലിംഗ് എന്താവും? COHERENT ആവും. ആ CE പോയിട്ട് T വരും. ഓക്കെ, കോഹറന്റ്. ഓക്കെ, രമേശ് ഇസ് എ കോഹറന്റ് പേഴ്സൺ. എക്സാമ്പിൾ മനസ്സിലായില്ലേ? ദ എസ്സേ ആസ് എ
whole lacks coherence. ഈ എസ്സേയിൽ മൊത്തത്തിൽ എന്തോ ഒരു ബന്ധക്കുറവുണ്ട്, ഒരു തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ച പോലെ ഉണ്ട് എന്നാണ് ഇവിടെ the essay as a whole lacks coherence എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, so that's with word of day. നമുക്ക് നമ്മുടെ വൊക്കാബുലറിക്ക് ഇത്രയും സമയം കളയാനില്ല കേട്ടോ. നെക്സ്റ്റ് ഇസ് idiom of the day. idiom of the day എന്ന് പറഞ്ഞാൽ a fish out of water. നമ്മൾക്കൊരു odd feeling ഉണ്ടാവുക, ഞാൻ ഇവിടെ ശരിയാവുമോ എന്നുള്ളത്. That is someone in an uncomfortable position or situation. നമുക്ക് ഇങ്ങനെ പറയാം, when I went out with my brother's friends, I felt like I'm a fish out of water. ഞാൻ എന്റെ ബ്രദറിന്റെ കൂട്ടുകാരെ കൂടെ പോയപ്പോ എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു, അതായത് അവരുടെ കൂടെ എനിക്ക് അത്ര മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് വാസ് അലിസൺസ് ഫസ്റ്റ് ഡേ അറ്റ് ഹെർ ന്യൂ സ്കൂൾ and she felt like a fish out of water. ആദ്യമായിട്ട് ഒരു കുട്ടി സ്കൂളിൽ പോയപ്പോ ആ കുട്ടിക്ക് എന്താണ് ഒരു അൺകംഫർട്ടബിൾ, ആദ്യമായിട്ട് പോയതിന്റെ ഒരു ചടപ്പും കുറെ പുതിയ ആൾക്കാരെ കണ്ടിട്ട് ഒരു മടുപ്പൊക്കെ. അപ്പൊ എന്താണ് ഷി ഫെൽറ്റ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് അവിടെ നമ്മൾ അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരുമായി ഒന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നതാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നുള്ളത്. Okay, the first few weeks after my marriage, I felt like fish out of water at my in-laws place. Very good, very absent. So next നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരും കുറെ വൊക്കാബുലറീസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വേർഡ് ഓഫ് ദി ഡേ ഒക്കെ ഡിസ്കസ് ചെയ്തു. അത് ഇങ്ങനെ നമ്മൾ ഈ പഠിക്കുന്ന സംഗതികളൊക്കെ ഇപ്പൊ വൊക്കാബുലറിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഈ പഠിക്കുന്ന സംഗതികളൊക്കെ അതിൽ എത്ര പേര് ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്? How many of you are trying to integrate it in your daily life? Can you show me a thumbs up, or ചെയ്യാത്തവർ ഒരു thumbs down, ചെയ്യുന്നവർ ഒരു thumbs up, അല്ലെങ്കിൽ what is your status? നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഐ ഡു. വെരി ഗുഡ് ജീതു, വെരി ഗുഡ്, വെരി ഗുഡ് ഷഹാന. ഓക്കെ, സ്വപ്ന ആദ്യം thumbs up ഇട്ടിട്ടുണ്ട്, വെരി ഗുഡ്. ശാരദ വെരി ഗുഡ്, മിസ്ട്രിയ ഗുഡ്, അമിന ഗുഡ്. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് കുറച്ച് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന വൊക്കാബുലറീസും ഫ്രേസസും സ്ട്രക്ചേഴ്സും ഒക്കെ എങ്ങനെ ഡെയിലി കൺവേഴ്സേഷൻസിലേക്ക് കൊണ്ടുവരാമെന്ന്. നോട്ടിങ് ഇറ്റ് ഡൗൺ യൂഷ്വലി. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരണം. ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വൊക്കാബുലറി പറ്റുന്നില്ല അല്ലെ? സോ ഹിയർ ഐ എം ഗിവിംഗ് യു ഫ്യൂ ടിപ്സ് how to integrate your new vocabulary to your daily life talks or your daily life situations. Okay, first is, നിങ്ങൾ ഒരു പുതിയ വേർഡ് പഠിച്ചാൽ അത് കൺവേഴ്സേഷനിൽ, ഇപ്പോഴല്ല, ഞാൻ ഇംഗ്ലീഷിൽ ബിഗിനർ ആയിരുന്ന സമയത്ത് what I used to do is daily one word ആണ് പഠിക്കുക. അതിൽ ഓൺലി മേ ബി കുറെ പുതിയ വേർഡ്സ് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു ദിവസം ഒരു വേർഡേ പഠിക്കുള്ളൂ. ആ വേർഡ് അന്നൊരു ദിവസം ഒരു 10 സെന്റൻസ് എങ്കിലും, അതായത് ഇടക്കിടക്ക് ഇരുന്ന് ഓർക്കുമ്പോ, പിന്നെ നമ്മൾ കോയറൻസ് എന്നുള്ള ഒരു വേർഡ് പഠിച്ചു. essay as a whole, ആ ഒരു വേർഡ് ഓർമ്മ വരുമ്പോഴൊക്കെ അത് വെച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാം. നമ്മളത് സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ഒരിക്കലും മറക്കില്ല. അപ്പോസ് എന്താണ്, നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ആ ഒരു വേർഡ് ആയിട്ട് വായിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 days മാക്സിമം, ട്രസ്റ്റ് മീ, യു വിൽ ഫർഗെറ്റ് ഇറ്റ്. ലാസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വേർഡ് ഓഫ് ദ ഡേ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിവൺ റിമെമ്പർ വാട്ട് ഇസ് ദാറ്റ്? Not in last class, in last to last class we discussed one word of the day. Is there anyone who remembers that word? It was not indigenous, it was something close to the word indigenous, but it was something else. No, നമ്മൾ disindigenous എന്നുള്ള ഒരു വേർഡ് ആയിരുന്നില്ലേ നോക്കിയിരുന്നത്? Am I wrong? ഞാൻ yes, exactly, disindigenous. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ കവിത. കണ്ടോ, ഇത്രയും പേര് ഇവിടെ 95 ആൾക്കാരുണ്ട്, അതിൽ ഒരാൾക്ക് പോലും ആ സെന്റൻസ്, ആ ഒരു വേർഡ് ഓർമ്മയില്ലാത്ത എന്താ? നമ്മൾ ലാസ്റ്റ് വീക്ക് ഒറ്റൊരു വേർഡാണ് പഠിച്ചത്. ബിക്കോസ് വി ആർന്റ് യൂസിങ് ഇറ്റ്. ഓക്കെ, സോ ഇന്നും നാളെ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോറൻസ് എന്ന വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയും സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും അത്രയും സെന്റൻസുകൾ ഉണ്ടാക്കുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ സ്വാതിഷ്, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, സോ പുതിയ വേർഡ്സ് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അത് കൺവേഴ്സേഷൻസിൽ ആ ഒരു പഠിച്ച ദിവസങ്ങളിൽ കൂടുതലായിട്ട് കോൺഷ്യസ്ലി ഉപയോഗിക്കുക. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വേർഡ് വെച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് യൂസ് വേർഡ്സ് ഇൻ സെന്റൻസസ്. സെന്റൻസസിൽ അത് പറഞ്ഞു പഠിച്ചാൽ മറക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലേൺ എ വേർഡ് എ ഡേ. നിങ്ങൾ ഒരു വീക്കിൽ 5 ദിവസം പുതിയ വേർഡ് ഒന്നും പഠിക്കുന്നില്ല, 6ാമത്തെ ദിവസം ഇരുന്നിട്ട് 10 വേർഡ് ഒരുമിച്ച് പഠിച്ചാൽ ഇറ്റ് വോണ്ട് വർക്ക്. വീക്കിൽ 7 days ആണ്. Make it a goal that you at least study 3 or 4 new words in a week.
Make it a point you study at least 3 to 4 English new words in a week. Okay. The next is reinforce vocabulary learning. That is, നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വൊക്കാബുലറി ലേണിങ്ങിന്. And you can do something like self gifting. ഇപ്പൊ നമ്മൾക്ക് ഈ EEP പ്രോഗ്രാം ഇങ്ങനെ ഒരു ഓൺലൈൻ ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഞാൻ അടിപൊളിയാണ് എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഒരു മോട്ടിവേഷൻ അല്ലാതെ വേറെ ഗിഫ്റ്റിംഗ് ഒന്നും നമുക്കില്ല. യു ക്യാൻ ഡു സെൽഫ് ഗിഫ്റ്റിംഗ്. ദാറ്റ് ഇസ് ലൈക്ക് ഒരു 10 വേർഡ്സ് നിങ്ങൾ സ്വന്തമായി പഠിച്ച് അത് തറവാക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ് അത് നിങ്ങൾ മേടിച്ചു തരും. ഐ ബൈ എ ബിരിയാണി ഫോർ മൈ സെൽഫ്, അല്ലെങ്കിൽ ഐ ബൈ എ ചോക്ലേറ്റ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാം, അപ്പോഴും അത് ഗിഫ്റ്റിംഗ് തന്നെയാണ്. ഓക്കെ. സോ റെയിൻഫോഴ്സ് യുവർ സെൽഫ്. നിങ്ങൾ ഒരു 20 വേർഡ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 2 വീക്സ് എത്ര വേർഡ് പഠിക്കുന്നു ഒരു ടാർജറ്റ് വെക്കുക. ആ ടാർജറ്റ് അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് യുവർ സെൽഫ്. ഓക്കെ. സോ ഏതെങ്കിലും രീതിയിൽ റെയിൻഫോഴ്സ് വൊക്കാബുലറി ലേണിംഗ്. ദെൻ റീഡ് അലൗഡ്. ഒച്ചത്തിൽ വായിക്കുക. നമ്മൾ ഒച്ചത്തിൽ വായിക്കുന്നതും പതിയെ വായിക്കുന്നതും ഡിഫറെന്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒച്ചത്തിൽ വായിക്കുമ്പോൾ നമ്മളത് വായിക്കുന്നതിന്റെ ഒപ്പം നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. പതുക്കെ വായിക്കുമ്പോൾ നമ്മൾ പതുക്കെ വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത വേറെ സ്ഥലത്താവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ബട്ട് വെൻ യു റീഡ് അലൗഡ് യു വിൽ ഗെറ്റ് മോർ കോൺസെൻട്രേഷൻ. ഓൾസോ യു ആർ റീഡിംഗ് ഇറ്റ് അലൗഡ് സോ ദാറ്റ് anyone around you can correct if any mistakes. Okay. Keep a dictionary. മേടിച്ച് ഡിക്ഷണറി വെക്കുന്നതിനേക്കാൾ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. പോക്കറ്റ് ഡിക്ഷണറീസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ എപ്പോഴും പോക്കറ്റ് ഡിക്ഷണറീസ് കീപ്പ് ചെയ്യും. അപ്പൊ എന്താണ്, ഏതെങ്കിലും ഒരു പുതിയ വേർഡ് കാണുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ മീനിങ് നോക്കാം. പക്ഷെ ദാറ്റ് ഡസൻ ആക്ച്വലി വർക്ക്. നിങ്ങൾ ഒരു വേർഡ് കേൾക്കുന്നു, അപ്പൊ തന്നെ അതിന്റെ മീനിങ് നോക്കുന്നു, ഡിക്ഷണറി അടച്ചു വെക്കുന്നു. അതിൽ വലിയ കാര്യമൊന്നും ഇല്ല. സോ റാദർ മേക്ക് യോർ ഓൺ ഡിക്ഷണറി. നിങ്ങൾ പഠിക്കുന്ന പുതിയ വേർഡുകൾ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ ഡിക്ഷണറീസ് ഉണ്ടാക്കുക. ആൻഡ് I prefer to make a written one than one in your phone. Like ഫോണിൽ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. That is okay. That is your personal preference. പക്ഷെ എന്താണ്, ഒരു കുഞ്ഞി നോട്ട് പാഡ് പോലത്തെ കുഞ്ഞു ബുക്കുകൾ ഉണ്ടാവില്ലേ, ആ ബുക്ക് മേടിച്ചിട്ട് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ആ ഒരു പേജസ് മറിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച വേർഡ്സ് നമ്മൾ വീണ്ടും കാണുകയാണ്. ആൻഡ് നിങ്ങൾ അത് നിങ്ങളുടെ കൈ വെച്ച് ഒരിക്കൽ എഴുതിയ സംഭവമാണ്. Okay, so try to keep a dictionary and not the outside ones. Make a dictionary on your own. Okay. ട്രസ്റ്റ് മീ, ഇതെല്ലാം എന്താണ് പ്രൂവൺ മെത്തേഡ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വെറുതെ അവിടെ നിന്നെങ്കിലും ഒക്കെ എടുത്ത് എഴുതിയേക്കുന്നതല്ല. കൃത്യമായി ഇതൊക്കെ വർക്കിംഗ് ആയ മെത്തേഡ്സിലും ഇതിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളതുമാണ്. ഓക്കെ. സോ എല്ലാവരും ഇതിലെല്ലാം ഫോളോ ചെയ്തില്ലെങ്കിൽ ഇതിലെല്ലാം ഫോളോ ചെയ്യാൻ പറ്റിയതാണ്. വൺ ഡേ ലൈക്ക് എ വേർഡ് എ ഡേ. എ വേർഡ് എ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വാക്ക് മാത്രം. ആ വാക്ക് നിങ്ങളുടെ കൺവെർസേഷനിൽ ആ പഠിക്കുന്ന ദിവസം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. സെന്റൻസ് ഉണ്ടാക്കുക. വലിയ എഫേർട്ട് ഒന്നും വേണ്ടാത്ത കാര്യമാണ്. വൊക്കാബുലറി ലേണിംഗ് എന്നതിനെ നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഹൗ മെനി ഓഫ് യു റീഡ് അറ്റ്ലീസ്റ്റ് 5 minutes അല്ലേ? ഇതൊക്കെ ഞാൻ ബിഗിനിങ് ലൈവ് സെഷൻ 1-ലും ലൈവ് സെഷൻ 2-ലും പറഞ്ഞിരുന്നായിരുന്നു. മേക്ക് ഇറ്റ് എ പോയിന്റ് യു റീഡ് ആൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് 5 minutes ഫോർ എവ്രി ഡേ. എവ്രി ഡേ. അത് നിങ്ങളുടെ സബ്ജക്ട് ടെക്സ്റ്റ് ബുക്സ് ആവാം, സ്റ്റോറി ബുക്സ് ആവാം, international articles avam, English newspapers avam. It can be anything. When you read, you'll understand the usage of vocabularies. You can improve your creativity. You'll understand sentence structure. You can get new words. Video കാണുന്നതല്ല, വായിക്കുന്നത് is different. Watching something, listening something and reading something is exactly different. കാരണം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടും. പക്ഷെ വായിക്കുമ്പോൾ എന്താണ്, നമ്മളാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ. ലിസണിങ് ടു പോഡ്കാസ്റ്റ് അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് റീഡിംഗ്. വാച്ചിങ് വീഡിയോസ് ആൻഡ് ലിസണിങ് പോഡ്കാസ്റ്റ് can help you. But the best method when comparing between reading, writing, watching and listening is reading. Okay. Do you get me? Okay. So that's it. Coming to next. നമ്മൾ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ റെയിൻഫോഴ്സ് വൊക്കാബുലറി ലേണിംഗ് എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് ഇസ് 5 ദിവസം ഒന്നും പഠിക്കുന്നില്ല, 6ാമത്തെ ദിവസം ഇരുന്ന് കുറെ പഠിക്കുകയാണ്. ദാറ്റ് വോണ്ട് വർക്ക്. നിങ്ങൾ ഇത്രേ ആലോചിച്ചാൽ മതി. You people are not eating for 3 days. Okay. You are not eating for 3 days and 4th day you are eating the whole day. Will it work? അത് നിങ്ങളുടെ ഹെൽത്തിന് എത്രമാത്രം ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും? അതുപോലെ തന്നെയാണ് എല്ലാം. ഓക്കെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കുക, ഡെയിലി ബിറ്റ് ബൈ ബിറ്റ് എടുക്കുക. ഓക്കെ. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു കൺസിസ്റ്റന്റ് പ്രാക്ടീസ് വെറുതെ പറയുന്നല്ല, നിങ്ങളുടെ ബ്രെയിനിൽ അത് വ്യത്യാസം ഉണ്ടാക്കും. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ
ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വൺ ഇസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പുതിയ ലേണിങ്സ് നമ്മളുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യുന്നതിന്, അതായത് നമ്മളൊക്കെ മലയാളികളാണ്, നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് വളർന്നത് എന്താണ്, മലയാളമാണ്. നമ്മളുടെ ബ്രെയിൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്താണ്, മലയാളമാണ്. സോ ഇംഗ്ലീഷ് എന്നത് എന്താണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പോകുന്ന ഒരു പുതിയ വസ്തുവാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് ഡെയിലി ബിറ്റ് ബൈ ബിറ്റ് ചെല്ലുമ്പോൾ എന്താണ്, ബെറ്റർ ന്യൂറൽ പാത്വേസ് ഉണ്ടാവും. ഈ ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യും. അതായത് ലാംഗ്വേജ് ലേണിംഗുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കേണ്ട സംഭവങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുകയും അതിലൂടെ എന്താണ്, നമ്മളുടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് ബെറ്റർ ആവുകയും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതുകൊണ്ടാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് മെമ്മറി കൺസോൾട്ടേഷൻ. നിങ്ങൾ ഇന്ന് പഠിച്ചൊരു കാര്യം 10 ദിവസം കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്യുന്നതും ഇന്ന് പഠിച്ച കാര്യം നാളെ റിവൈസ് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഹാവിംഗ് എ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് വിൽ ഹെൽപ്പ് യു ടു കൺസോളിഡേറ്റ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ലോങ് ടേം മെമ്മറി. ഡെയിലി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക്, നമുക്ക് 2 തരം മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 30 സെക്കൻഡ്, ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഫോണിൽ OTP ഒക്കെ വരുമ്പോൾ നമ്മൾ അത് ഓർത്ത് വെച്ച് ഇപ്പുറം വന്നടിക്കില്ലേ, ദാറ്റ് ഇസ് ഷോർട്ട് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്ന് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലില്ലേ. അതെന്താ, ചെറുപ്പം മുതലേ ഒരുപാട് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തം നമ്മൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ലോങ് ടേം മെമ്മറിയിലില്ലേ. കാരണം ചെറുപ്പത്തിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത്. സോ റിപ്പിറ്റേഷൻസ് വർക്ക്, റിപ്പിറ്റേഷൻസ് ബ്രിങ് പ്രോഗ്രഷൻ. റിപ്പിറ്റേഷൻസ് നിങ്ങളെ പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മെമ്മറിയിൽ കുറെ കാലം അത് കൺസോൾട്ടേറ്റ് ചെയ്തുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് ഓട്ടോമാറ്റിസിറ്റി. ഓട്ടോമാറ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് വന്നു തുടങ്ങും. ഇന്ന് നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുത്ത് കോൺസെൻട്രേഷൻ കൊടുത്ത് വർക്ക് ചെയ്ത് ചെയ്യുന്ന സ്കില്ല് അല്ലെങ്കിൽ പറയുന്ന ലാംഗ്വേജ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു, ഉപ്പ് ഒരു സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ നോക്കി ഉപ്പിടും. പക്ഷെ ഇപ്പൊ എന്താ, നമ്മൾ ആ ഒരു ഓളത്തിൽ അങ്ങോട്ട് ഇടില്ലേ. ദാറ്റ് ഇസ് വിത്ത് പ്രാക്ടീസ് we develop automaticity. That is also applicable in language learning. Okay, next one is confidence and motivation. ഇപ്പൊ നീന്തൽ പഠിക്കാൻ അറിയാത്തവര് പഠിക്കാൻ പോകുമ്പോൾ ആദ്യ ദിവസം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പേടിയുണ്ടാവും, രണ്ടാമത്തെ ദിവസം പേടി ഇത്തിരി കുറയും, മൂന്നിന്റെ ഇത്തിരി കൂടെ കുറയും, നാലിന്റെ ഇത്തിരി കൂടെ കുറയും, ഒരു 1 വീക്ക് കഴിയുമ്പോൾ വെള്ളത്തിനോടുള്ള പേടി മാറും. അത് പേടി മാറിയതല്ല, മറിച്ച് എന്താണ്, ആ പേടി മറികടക്കാനുള്ള കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയതാണ്. സോ വെൻ യു കോൺഫിഡൻസ് സംതിങ് ഡെയിലി, ബിക്കോസ് ഈ ഒരു ലാംഗ്വേജിനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ മനസ്സിലായി തുടങ്ങണം, ഓക്കെ ഇംഗ്ലീഷ് ഇത്രയ്ക്കേ ഉള്ളൂ, പഠിക്കാൻ പറ്റിയ സംഭവമാണ്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് യു ക്യാൻ ബിൽഡ് കോൺഫിഡൻസ്. ഓക്കെ, ദെൻ എക്സ്പോഷർ. നമ്മൾ ഒരു സാധനത്തിനോട് കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോ എന്താണ്, നമ്മൾക്ക് അതിനോട് വളരെയധികം ഫ്ലുവൻസി ഉണ്ടാവാൻ സാധിക്കും. നമ്മളൊരു സിനിമ ഉണ്ട്, ഇങ്ങനത്തെ ഡയലോഗ് പറയാറില്ലേ, അത്രയും കോൺസെൻട്രേഷനിൽ കാണുന്നുണ്ട്. ചില പടങ്ങൾ ഇപ്പൊ എന്താണ്, CID മൂസ, കല്യാണരാമൻ എന്നിങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കണ്ടേക്കുന്നതുകൊണ്ട് എന്താണ്, ചില ഡയലോഗ്സ് നമ്മൾ പറയാറില്ല, അതെന്താ, അതിനോട് എക്സ്പോസ്ഡ് ആയിട്ടാണ്. സോ ഇംഗ്ലീഷിനോട് ഡെയിലി ഒരു 10 മിനിറ്റ്സ് എങ്കിലും ആ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജുമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ആ ഒരു എക്സ്പോഷർ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ഫ്ലുവൻസി ഉണ്ടാക്കും, നിങ്ങളുടെ പേടി മാറ്റും, നിങ്ങളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എന്താണ്, ഇംഗ്ലീഷ് ഒരു വലിയ പഠിക്കാൻ പറ്റാത്ത സംഭവമല്ല എന്നുള്ള ഒരു ചിന്ത തന്നെ പോയി കിട്ടും. ഓക്കെ, സോ ദീസ് ആർ ദ റീസൺസ് വൈ യു ഷുഡ് മേക്ക് യുവർ പ്രാക്ടീസ് കൺസിസ്റ്റന്റ്. ഓക്കെ, നിങ്ങൾ ഡെയിലി ഹാഫ് ആൻ അവർ ഇരിക്കുന്നതും ആഴ്ചയിൽ ഒരു ദിവസം 5 മണിക്കൂർ ഇരിക്കുന്നതും ഡിഫറെന്റ് ആണ്. ഡെയിലി ഹാഫ് ആൻ അവർ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് മീ. നെക്സ്റ്റ് ഇസ് ഡൈവിംഗ് ഡീപ്പ് ഇൻ ടു ഇംഗ്ലീഷ് മീഡിയ. നിങ്ങളുടെ ഡൈവിംഗ് ഡീപ്പ് ഇൻ ടു ഇംഗ്ലീഷ് മീഡിയയിൽ നിങ്ങളൊക്കെ ഏത് രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയയിലേക്കാണ് നോക്കിയത് എന്ന് ചാറ്റ് ബോക്സിൽ പറയോ. വാട്ട് കൈൻഡ് ഓഫ് English language media did you all prefer? Was it videos, movies, short films, newspapers? What did you all prefer? Can you please let me know in the chat box? Social media, okay. Then YouTube videos, newspaper, podcast, movies, newspaper and English novels. Okay, very good.
Movies with subtitles. Okay, very good. It is a very good thing. Okay, English movies with subtitles. കാരണം നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ ചിലപ്പോൾ അതിൽ ആക്സെന്റ് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സോ മേക്ക് എ പോയിന്റ് യു വാച്ച് ഇറ്റ് വിത്ത് സബ്ടൈറ്റിൽസ്. വിഷ്വൽ ട്രീറ്റ്, ഐ തിങ്ക് വീഡിയോസ് ആണ് ഉദ്ദേശിച്ചത്. വിഷ്വൽ ട്രീറ്റ് എന്നതുകൊണ്ട് സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ് വീഡിയോ, റേഡിയോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ഈ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മീഡിയ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി? നേറ്റീവ് ഇംഗ്ലീഷ് സാധനങ്ങൾ, അതായത് നേറ്റീവ് ഇംഗ്ലീഷ് മൂവി, നേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ഇപ്പൊ അമേരിക്കൻസ് ഗോട്ട് ടാലന്റ്, ബ്രിട്ടൻസ് ഗോട്ട് ടാലന്റ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് ഷോസ് ഉണ്ട്. അതൊക്കെ എന്താണ്? നേറ്റീവ് ഇംഗ്ലീഷ്. ഇപ്പൊ ഇന്ത്യൻസ് ഗോട്ട് ടാലന്റും ഉണ്ട്, പക്ഷെ അതില് എന്താണ്, ഇന്ത്യൻസ് ആണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. പക്ഷെ നേറ്റീവ്, അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉള്ളവരുടെ ഇംഗ്ലീഷ് കേൾക്കുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ? സോ ഈ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൽ കൾച്ചറിന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്? കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇഡിയംസ്. ഓക്കെ, ചില ഇഡിയംസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇവരിത് എന്താ ഇങ്ങനെ പറയുന്നത്. ഇപ്പോ നമ്മളുടെ ഓരോ കൾച്ചർ ബേസ് ചെയ്തിട്ടാണ് ഇഡിയംസ് ഉള്ളത്. ചില ഇഡിയംസ് മാത്രമാണ് ഇപ്പോ നമ്മളുടെ കൾച്ചറിൽ ഫിറ്റ് ആവുള്ളൂ. ഇപ്പോ ഫോർ എക്സാമ്പിൾ, കില്ലിംഗ് 2 birds with 1 stone എന്നാണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വളരെ ആപ്ലിക്കബിൾ ആണ്. എന്താണ്? ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയില്ലേ, അതാണ് കില്ലിംഗ് 2 birds with 1 stone എന്ന് പറയുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി. പക്ഷെ ഇത് ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലോ UK-ലോ പോയിട്ട് പറഞ്ഞാൽ what do you mean by that എന്ന് ചോദിക്കും. ഓക്കെ, സോ ഇഡിയംസിന് കൾച്ചറൽ വാല്യൂസിന്റെയും ബിലീഫ്സിന്റെയും പേരിലാണ് ഈ ഇഡിയംസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഇഡിയംസും നമുക്ക് എല്ലാവരും ആപ്ലിക്കബിൾ ആയിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ക്യാൻ ഗിവ് വേർഡ്സ് ബ്രോഡർ മീനിങ്. നമ്മൾ പറഞ്ഞിരുന്നു, മുമ്പ് ഒരിക്കൽ ഡിസ്കസ് ചെയ്തിരുന്നു. സെയിം വേർഡ് ഡിഫറെന്റ് കൾച്ചറിൽ ഡിഫറെന്റ് മീനിങ് ആയിരിക്കുള്ളൂ. വി വർ ടോക്കിംഗ് അബൌട്ട് ക്ലോസറ്റ്. In Indian English, for us, closet is something we use in toilet. But for Americans, English is for Americans, closet is something they use to store their dress. Okay, they use the word closet for almirah or wardrobe. Cupboard, wardrobe, almirah എന്നിങ്ങനെയുള്ളതിനാണ് അവർ closet എന്ന് പറയുക. But in Indian context, what is closet? The thing we use in toilet. Okay, so it is important to understand cultural context. കാരണം ഈ ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് അറിയാത്ത ഒരാള് എന്താണ് ഒരു ഫിലിമിൽ ഒരു സെന്റൻസ് കേൾക്കാണ്, ഓൾ മൈ ക്ലോത്ത്സ് ആർ ഇൻ ദ ക്ലോസറ്റ്. അപ്പൊ നമുക്ക് ഒരു സെൻസ് ഉണ്ടാവില്ല, ഡ്രസ്സ് ക്ലോസറ്റിൽ ഒരു ബന്ധം ഇല്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുക. ഓക്കെ, സോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. Without understanding the cultural setting and social behavior of a language, communication can break down and lead to errors and misunderstandings. ഇന്ന് നമ്മളൊരു ഫാസ്റ്റ് മൂവിംഗ് വേൾഡിലാണുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് പേര് UK ബേസ്ഡ് കമ്പനീസ്, USA ബേസ്ഡ് കമ്പനീസിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിലായിരിക്കും, പക്ഷെ ഇപ്പൊ ഈ ക്ലോസറ്റ് പോലത്തെയുള്ള വേർഡ്സ്, അതുപോലെ എന്താ അമേരിക്കൻ ഇംഗ്ലീഷിൽ കോപ്സ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ നമ്മളൊരു ഇന്ത്യനോട് കോപ്പ് എന്ന് പറയുമ്പോൾ they won't understand because we use the word police, we never use the word cops. ഓക്കെ, ഇപ്പോ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ നമ്മളും കോപ്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര എറേഴ്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും വരും. യെസ്, ഗ്യാസ് മീൻസ് പെട്രോൾ ഇൻ US. വി ആർ ഗോയിങ് ടു ഫിൽ ഗ്യാസ് ഇൻ കാർ എന്നാണ് പറയാം. നമ്മൾ ഗ്യാസ് ഫിൽ ചെയ്യുന്നത് എവിടെയാണ്? അടുക്കളയിലെ കുക്കിംഗ് ഗ്യാസ് ആണ് അല്ലെ നമ്മൾ ഫിൽ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളോട് നേറ്റീവ് ചാനൽസ് കാണാനും ആ ഒരു കൾച്ചറൽ ഡിഫറൻസുകളും കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നീക്കിയിട്ടാണ് അത് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഓൺ വൊക്കാബുലറി, ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളത്തില് അല്ല ഇംഗ്ലീഷില് ആർ യു കമ്മിങ് വിത്ത് മീ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്നേക്കാൾ മുതിർന്ന ഒരാളോട്. ഓക്കെ, എന്താണ് ഒരു 50 വയസ്സുള്ള ഒരാളോട് ഞാൻ ചോദിക്കുകയാണ് ആർ യു കമ്മിങ് വിത്ത് മീ എന്നത്. ഇംഗ്ലീഷിൽ അതിൽ തെറ്റൊന്നുമില്ലല്ലോ, നമ്മൾ മുതിർന്നവരെ യു എന്ന് അഭിസംബോധന ചെയ്യാറില്ലേ, YOU, ദാറ്റ് ഇസ് ടോട്ടലി ഫൈൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ മലയാളം ആ ഒരു ആർ യു കമ്മിങ് വിത്ത് മീ എന്നത് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? നമ്മൾ മലയാളത്തിൽ മുതിർന്നവരെ നീ എന്ന് വിളിക്കാറുണ്ടോ? ഡു വി? എക്സാക്ട്ലി. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ട്രാൻസ്ലേറ്റിംഗിൽ വരും. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നത് ഓക്കെ ആണ്, മുതിർന്നവരെ
എന്താണ് യു എന്ന് അഭിസംബോധന ചെയ്യുന്നത് ടോട്ടലി ഫൈൻ ആണ്, റെസ്പെക്ട്ഫുൾ ആണ്. ബട്ട് കമ്മിങ് ടു ആർ ലാംഗ്വേജ്, ഞാനിപ്പോ ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ് പറഞ്ഞത്. ഈ ഒരു ഇംഗ്ലീഷ് കോണ്ടെക്സ്റ്റുകളിൽ തന്നെ കൾച്ചറൽ ന്യൂആൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും വരും, കൾച്ചർ ടു കൾച്ചറും വരും, സ്പീക്കിങ്ങിലും ലിസണിങ്ങിലും വൊക്കാബുലറിയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഡിഫറൻസ് വരും. സോ അതിനാണ് നിങ്ങളോട് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് UK, US മറ്റുള്ള ഇംഗ്ലീഷ് കൺട്രീസിലുള്ള ഇംഗ്ലീഷിന്റെ ഒരു ഐഡിയയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, then next is ക്രിയേറ്റീവ് ഇംഗ്ലീഷ് ചാലഞ്ച്. നമ്മൾ ലാസ്റ്റ് വീക്ക് ക്രിയേറ്റീവ് ക്വിസ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ? വൈ ഇസ് ഇറ്റ്? നമ്മളിപ്പോ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് ഈ ക്രിയേറ്റിവിറ്റി? ഈ ക്രിയേറ്റിവിറ്റിയുടെ പേരും പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? യു മീൻസ് നിങ്ങൾ എന്നല്ലേ? യു മീൻസ് യു എന്നത് നിങ്ങൾ എന്നാവാം, നീ എന്നും ആവാം. ഓക്കെ, ബോത്ത് ആർ കറക്റ്റ്. നീ നിങ്ങൾ എല്ലാം വരും. എക്സാക്ട്ലി, യെസ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോ ഇംഗ്ലീഷ് ലേണിംഗിന്റെ ഇടയിൽ ഈ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടെൽ മീ. ആവശ്യമില്ല, സ്ലൈഡ് സ്കിപ്പ് ചെയ്യാലോ. വെരി ഗുഡ് സ്വാദിഷ്, കെൻ യു പ്ലീസ് പ്രസന്റ് ഇറ്റ് ഹിയർ? സ്വാദിഷ്, അതൊരു ഷോർട്ട് സ്റ്റോറി ആണോ ലോങ് സ്റ്റോറി ആണോ? മാം, ഐ ഹാഡ് റിട്ടൺ എ സ്റ്റോറി അല്ല കേട്ടോ, ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി എന്നാണ് കേട്ടോ പറയാ. ഷോർട്ട് സ്റ്റോറി. ഓക്കെ, കെൻ യു പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ് ഇറ്റ് ഔട്ട് ഫോർ എവ്രി വൺ? ഞാൻ എന്നും വന്ന് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കില്ല. സോ ഇപ്പൊ സ്വാദിഷ് ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും എഴുതുകയോ എന്താണ് എന്തെങ്കിലും ഫോം സ്റ്റോറി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചാറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണേ. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ പറ്റുള്ളൂ. ഓക്കെ സ്വാദിഷ്, യു കെൻ സ്റ്റാർട്ട്. Yeah, the name of the story is a Facebook post. Name of the story is? A Facebook post. Okay. Every student laughed and the whole class seems an opera, whole of Charlie Chaplin, when Manu entered the class. The teacher looked annoyed and ordered to keep silent. Why so funny? Teacher punched over the desk and said, "Well, some students were trying hard to cover up the laughter." Did anybody can? Can you please slow down? Okay. So first one will start. Yeah, you can start from beginning. Every student laughed and the whole class seems an opera hall of Charlie Chaplin when Manu entered the class. Voice breaking. I think he's got some network issue. It's fine. Swadish will share it with us in the chat box. Okay, no worries. So shall we continue? സോ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര പൊട്ടത്തരങ്ങളായാലും ആ ഒരു ലാംഗ്വേജ് വെച്ച് കളിക്കുക എന്നുള്ളത് ഇസ് ഇമ്പോർട്ടന്റ്. എന്താ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ മറ്റേ അച്ഛൻ്റെ അമ്മയിലെ ഇംഗ്ലീഷ് ഇല്ലേ, കടുകുറ കടുകുറ കടുകുറ, ദാറ്റ് ഇസ് ഈവൻ ഫൈൻ. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ പറ്റുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ തുടക്കത്തിൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ പറയുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ ദാറ്റ് വോണ്ട് വർക്ക്. ഓക്കെ, സോ യു ഹാവ് ടു ബി ക്രിയേറ്റീവ്. ഉള്ള വൊക്കാബുലറി വെച്ചിട്ട് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുക എന്ന രീതിയിൽ മാക്സിമം യു ക്യാൻ ബി ക്രിയേറ്റീവ്. സോ ലാംഗ്വേജ് ഇസ് എ ക്രിയേറ്റീവ് ആക്ട്. ഓക്കെ, സോ കാരണം എന്തുകൊണ്ടാണ് ക്രിയേറ്റീവ് ആവുന്നത്? കാരണം നമ്മൾ നമ്മുടെ ചിന്തകളെ ഒരു ഭാഷയിലൂടെ പുറത്തേക്ക് വരുത്തുകയാണ്. സോ അത് ക്രിയേറ്റിവിറ്റി ഇല്ലേ അതില്? നമുക്കൊരു കാര്യം പല രീതിയിൽ പറയാം. നമുക്കിപ്പോ ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ ലാംഗ്വേജിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ഐ കെൻ എന്താണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. ആ ഒരു കാര്യം അങ്ങനെയും പറയാം. അതേസമയം എന്താണ്, വളരെ പോയറ്റിക് ആയിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് അത് വേറൊരു രീതിയിലും അതിനെ പ്രസന്റ് ചെയ്യാം അല്ലെ? സോ നമ്മൾ നമ്മുടെ തോട്ട്സിനെ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ലേ? സോ ദാറ്റ് ഇസ് വൈ വെൻ വി സ്റ്റഡി എ ലാംഗ്വേജ് വി നീഡ് ക്രിയേറ്റിവിറ്റി. സെക്കൻഡ് തിങ്, some people cannot learn at all if they are not allowed to be creative, because they do not understand the point in doing a language activity. ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഒരു some people cannot learn at all if they are not allowed to be creative. ആ ഒരു ക്രിയേറ്റിവിറ്റി തീരെ ഇല്ലാതെ നമുക്ക് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളൊരു പുതിയ സംഗതി പഠിക്കല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് നമ്മളിവിടെ ഈ ഫീൽ ഫോളോ ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ഒരു വീക്കിൽ 7 ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് ആ ഒരു ആക്ടിവിറ്റീസിന്റെ കൺസോൾട്ടേഷൻ ആയിട്ട് ഒരു ലൈവ് സെഷൻ തരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് നിങ്ങളുടെ ഉള്ളിൽ തീരെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി തോന്നുമ്പോൾ
നോക്കുമ്പോ തോന്നുക എന്തിനാ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്കല്ല, ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആയിരിക്കും. ഇപ്പൊ ഞാനും നിങ്ങളുടെ ഒപ്പം ഇരുന്ന് പഠിക്കാറുണ്ടെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ഇടയ്ക്ക് തോന്നാം. അപ്പൊ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള സാധനം നമ്മൾ കൊണ്ടുവരണം നമ്മുടെ ഉള്ളിലേക്ക്. ഓക്കെ, എന്നാലാണ് അപ്പൊ ആ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു എലമെന്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലും നിങ്ങൾ ഒന്നും കൂടെ ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. അതായത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് most people become more motivated, inspired or challenged if they can create something of value. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അല്ലെ? നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് സ്റ്റോറിയും ഏത് ഫോമും പ്രസന്റ് ചെയ്യാനും നിങ്ങൾ അതിന്റെ പേരിൽ അപ്രിഷിയേറ്റഡ് ആവുകയാണ്, നിങ്ങൾക്ക് അതിന് നല്ലൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത് നിങ്ങളെ ഇവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലേ? Tell me a yes or no. Is it all motivating? Last week Amina presented her poem. Last week Madhu presented his story. Today Swadish presented his story, but we had some network issues. Yes. സോ എന്താണ് ആ ഒരു ക്രിയേറ്റിവിറ്റിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിക്ക് വാല്യൂ തരുന്നതാണ് അവിടെ മോട്ടിവേഷൻ ആവുന്നത്. സോ അഗെയിൻ വി നീഡ് ക്രിയേറ്റിവിറ്റി. ഇപ്പൊ ഞാൻ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആളായിരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് അമീനയുടെ പോം എന്തായിരുന്നു? ലവിനെ ഒരു ടോക്സിക് അല്ലെങ്കിൽ ഒരു പോയിസണുമായി കമ്പയർ ചെയ്യുന്ന പോലെ ആയിരുന്നില്ലേ? ഞാൻ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെ വാസ്റ്റ് ലവ് എന്ന പോസിറ്റീവ് സംഭവത്തെ എങ്ങനെ എന്താണ് പോയിസൺ എന്നുള്ള ഒരു നെഗറ്റീവ് സാധനവുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിച്ചാനെ. എന്റെ ഉള്ളിലും ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു എലമെന്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് creativity improves self-esteem as learners can look at their own solutions to problems and their own products and see what they are able to achieve. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കൂടുകയാണ്. എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇനി ഇംഗ്ലീഷ് തീരെ അറിയില്ലേ എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു ചെറിയ കഥയൊക്കെ എഴുതി അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ ആ ഒരു ഏരിയയിൽ ഒബ്വിയസ്ലി നമ്മളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കൂടും. Then creative tasks enrich language learning. Okay, so നമ്മളുടെയൊക്കെ ഡെയിലി ടാസ്ക് അങ്ങനെ എന്നും ഭയങ്കര ക്രിയേറ്റീവ് ഒന്നുമല്ല, എന്നിരുന്നാൽ കൂടെ it has got some creative elements. So make sure you are doing your daily task. It will improve your language learning. Okay, then creativity ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർ പറയുന്നതും എഴുതുന്നതും എഴുതി വെച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് കോംപ്രിഹെൻഷൻ. നമ്മൾ ഭയങ്കര നാരോ മൈൻഡഡ് ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കുറച്ച് സാഹിത്യപരമായി പറയുന്ന ഒരു കാര്യവും നമ്മൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് കോംപ്രിഹെൻഷൻ വി നീഡ് ടു ബി ക്രിയേറ്റീവ്. സോ ആസ് എ ഹോൾ ഒരു എന്താ പറയാ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാൻ നമുക്കൊരു ക്രിയേറ്റീവ് സ്കില്ല് വേണം. അതോടൊപ്പം ലാംഗ്വേജ് അക്വിസിഷനിൽ ക്രിയേറ്റിവിറ്റി ഹാസ് ഗോട്ട് എ റിയലി ബിഗ് റോൾ. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ ഞാനിവിടെ എല്ലാം സെന്റൻസ് ആയി കൊടുത്തിരിക്കുന്നത് നിങ്ങളത് വായിക്കാനാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് തിയോററ്റിക്കൽ നോളജിനെ ഇൻജക്ട് ചെയ്യാനല്ല. ബട്ട് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു റീഡ് ഇറ്റ്, സീ ഹൗ സെന്റൻസസ് ആർ ബീങ് ഫ്രെയിംഡ്, ഹൗ ലൈക്ക് എന്താണ് മാക്സിമം സെന്റൻസുകളെ ഞാൻ പ്രിസൈസ് ആക്കിയിട്ടുണ്ട്, ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അധിക സംഭവങ്ങളും ഒരു പാരഗ്രാഫ് ആണ് ഞാൻ ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു ലുക്ക് അറ്റ് ഹൗ ദ സെന്റൻസ് ആർ സ്ട്രക്ചേർഡ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് എന്നും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സെന്റൻസുകൾ വെക്കുന്നത്. ഓക്കെ, സോ ഞാൻ വായിക്കുന്നതിനൊപ്പം തന്നെ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു റീഡ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഹൗ ഇസ് ഇറ്റ് ബീങ് ഫ്രെയിംഡ്. നെക്സ്റ്റ് ഇസ് ഇംഗ്ലീഷ് ഫോർ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്. നമ്മൾ പ്രൊഫഷണലിസം പിടിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസമായി അല്ലെ? Again we are just summarizing active listening. നമ്മൾ അധികം ആൾക്കാരും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, സംസാരിക്കലാണ് കമ്മ്യൂണിക്കേഷൻ. സംസാരിക്കൽ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. വാട്ട് എൽസ് ഇസ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും മറ്റൊരാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും. ഞാനിപ്പോ ഈ എന്റെ റൂമിലെ മതിലിന്റെ അടുത്ത് സംസാരിച്ചത് കമ്മ്യൂണിക്കേഷൻ ആവോ? നോ. കാരണം എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു സെൻഡർ വേണം, ഒരു റിസീവർ വേണം. മതില് റിസീവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആക്റ്റീവ് ലിസണിംഗ് ഹാസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്, ഇൻ യുവർ പേഴ്സണൽ ലൈഫ്, ഇൻ യുവർ ഫാമിലി ലൈഫ്, ഇൻ എനി ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, സോ ആക്റ്റീവ് ലിസണിംഗിൽ എന്താ സംഭവിക്കുന്നത്? യു ആർ ടേക്കിംഗ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് അക്നോളജ് ദം. ഒരു കമ്മ്യൂണിക്കേഷനിൽ നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് ലിസണിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും, ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ അഡീഷൻസോ സജഷൻസോ എന്തെങ്കിലും കൊടുക്കണം
ഉണ്ടെങ്കിലൊക്കെ. സോ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗിൽ ആക്റ്റീവ് ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഒരു വലിയ എന്താണ് വലിയ ലോസസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, വലിയ നഷ്ടങ്ങൾ വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നിങ്ങളൊരു പ്രസന്റേഷൻ നടത്തുകയാണ്, പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, റിപ്പോർട്ട് എങ്ങനെ എഴുതണം, ഇമെയിൽസ് എങ്ങനെ സെൻഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. റിപ്പോർട്ട്സ് ചെയ്യുമ്പോഴായാലും പ്രസന്റേഷൻ ചെയ്യുമ്പോഴായാലും യു ഷുഡ് ആസ്ക് ഫോർ ഫീഡ്ബാക്സ്. കാരണം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എത്രമാത്രം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്, അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഇനി വല്ല മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് taking feedback is very important. So make sure after any kind of meeting, any kind of presentation, you get feedback from others. Next is clear and concise communication. Like before a professional meeting or professional presentation ഉള്ളതിന് മുമ്പ് തന്നെ you should have a plan of what to speak and how to speak. So your ideas should be expressed in a clear, organized and purposeful manner. അവോയ്ഡ് ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എവിടെയും തൊടാത്ത പോലത്തുള്ള സെന്റൻസസ്. നമ്മളൊരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യാണോ അതോ അതിനെ എന്താണ് എഗെയിൻസ്റ്റ് പറയാണോ എന്നൊന്നും മനസ്സിലാവാത്ത ഒരു ഡബിൾ മീനിങ് ഉള്ള കൈൻഡ് ഓഫ് സെന്റൻസസ്, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന വേർഡ്സ്, ഇത്തരത്തിലുള്ളതൊക്കെ ഒഴിവാക്കുക. ആംബിഗ്വിറ്റി, കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. യൂസ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ when an immediate response is required. അതായത് ഇതൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ എപ്പോഴാണ് വളരെ അത്യാവശ്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പുതിയ ഐഡിയ പ്രസന്റ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളൊരു പുതിയ പ്രൊജക്ട് ഐഡിയ പ്രസന്റ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, അത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? വളരെ അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ല, ഓരോരുത്തരുടെ പേരെടുത്ത് വിളിച്ചിങ്ങനെ ചോദിച്ചു നോക്കുക. ഇന്ററാക്ട് ചെയ്യുക ആൾക്കാരെ കൂടുതൽ. അപ്പൊ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ലിസണിങ് കൂടുകയും ചെയ്യും. നമ്മൾ പറയുന്നത് അവർ കൃത്യമായിട്ടാണോ മനസ്സിലാക്കുന്നത് എന്നുള്ള ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുകയാണ്. നമ്മൾ ഒരു മണിക്കൂർ പറഞ്ഞതിന് ശേഷം ഫീഡ്ബാക്ക് എടുക്കുന്നതും ഇന്ററാക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇസ് ഡിഫറെന്റ്. ഞാനിപ്പോ ഈ ഒരു കംപ്ലീറ്റ് പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇടയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഒരൊറ്റ സെറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാവും? യെസ്, നോ, നോ, യെസ്, യെസ്, നോ. എനിക്ക് ഏത് ചോദ്യത്തിനാണ് യെസ് ഒന്നും മനസ്സിലാവില്ല, എനിക്ക് എന്തൊക്കെയാണ് ചോദിക്കാൻ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സോ ദാറ്റ് ഈസ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫോർമൽ ആക്കാതെ ഒരു സെമി ഫോർമൽ രീതിയിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഐഡിയാസ് പ്രസന്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് മെത്തേഡ്. നെക്സ്റ്റ് വൺ ഇസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വെർബൽ ഉണ്ട് ആസ് വെൽ ആസ് നോൺ വെർബൽ ഉണ്ട്. വെർബൽ ഇൻക്ലൂഡ്സ് വാക്കുകൊണ്ടുള്ള, നമ്മൾ വാക്കാലെ പറയുന്ന അല്ലെങ്കിൽ എഴുതുന്നത്. ഓക്കെ, ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗിൽ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഓൺലൈൻ ഒരു നമ്മൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഓഫ്ലൈൻ സെറ്റപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കോൺസൈസ് ആയിരിക്കണം. ഓക്കെ, you should concentrate more on your verbal communication, at the same time on your non-verbal aspects. Next is frequent communication. ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആവേണ്ട അടുത്ത മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ട് you can have a meeting today, after 3 days you can again keep a meeting, then after 3 days again you can have a meeting. The more frequent the communication is, the more faster the process will be. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്, എന്തെങ്കിലും ഒരു റിസർച്ചിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് വെക്കുക. ഓക്കെ, ഇന്ന് മീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത മാസം എന്നൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർ കംപ്ലീറ്റ് ടച്ച് വിട്ടിട്ടുണ്ടാവും. സോ കൂടുതൽ ഐഡിയാസ് ഷെയർ ചെയ്യാനും കൂടുതൽ ആ ടീം ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഫ്രീക്വന്റ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, then here I'll just show an example of a, is it too small? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി ആയിരുന്നു ഒരു മെയിലാണ്, എക്സ്പ്ലോറിംഗ് പൊട്ടൻഷ്യൽ കൊളാബറേഷൻ ഓർ കണക്ഷൻ വേണ്ടിയിട്ട് നമ്മളൊരു മെയിൽ അയക്കാം. ഓക്കെ, സോ ആ ഒരു മെയിലിന് വളരെ ഷോർട്ട് ആയിട്ട്, ഈ ഒരു മെയിൽ ഇതിൽ കൂടുതൽ ഷോർട്ട് ആക്കാൻ പറ്റില്ല. ഡിയർ പേരാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ രമ്യ എന്നൊരാൾക്കാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിയർ രമ്യ എന്ന് അയക്കാം. ബട്ട് പൊസിഷൻ ആണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിയർ മാനേജർ എന്നൊരിക്കലും കൊടുക്കരുത് കേട്ടോ.
റെസ്പെക്റ്റഡ് മാനേജർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് HR അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം, വാട്ട് എവർ. ഓക്കെ, നെക്സ്റ്റ് ലൈനില് സബ്ജക്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലോറിംഗ് പൊട്ടൻഷ്യൽ കൊളാബറേഷൻ ഓർ കണക്ഷൻ. അത് ആ ഒരു സബ്ജക്റ്റിൽ തന്നെ എന്താണ് ഇത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളുമായിട്ടൊരു കൊളാബറേഷന് വേണ്ടിയിട്ടാണ് മെയിൽ അയച്ചത് നിന്ന് വളരെ വ്യക്തമായി. നെക്സ്റ്റ് എന്താണ്, ഐ ട്രസ്റ്റ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ. പിന്നെ നമ്മൾ ആരാണെന്ന് പറയാം. മൈ നെയിം ഇസ്, അത് നമ്മൾ വ്യക്തിപരമായിട്ട് അയക്കുന്നുണ്ടെങ്കിൽ പേര് കൊടുക്കുക. അതല്ല നമ്മളൊരു കമ്പനീനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ഐ ആം സെൻഡിങ് ദിസ് മെയിൽ റെപ്രസെന്റിങ് സോ ആൻഡ് സോ കമ്പനി എന്ന് കൊടുക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു വ്യക്തി എന്ന നിലക്കാണ് അയക്കുന്നത്. സോ മൈ നെയിം ഇസ് ഹംന ആൻഡ് ഐ ആം യുവർ, ഐ ആം നമ്മളുടെ പൊസിഷൻ, ഐ ആം യുവർ അല്ല, ആൻഡ് ഐ ആം എന്താണ്, ഞാനിപ്പോ ഒരു ഡാറ്റ അനലിസ്റ്റ് ആണോ, അക്കൗണ്ടന്റ് ആണോ, സൈക്കോളജിസ്റ്റ് ആണോ, എന്താണ് എന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ പൊസിഷൻ, അത് കൊടുക്കുക. വിത്ത് എക്സ്പെർട്ടീസ് ഇൻ ഡാഷ്. ഇപ്പൊ ഞാനൊരു എന്താണ് അക്കൗണ്ടന്റ് ആണ് വിത്ത് എക്സ്പെർട്ടീസ് ഇൻ GST അക്കൗണ്ടിങ്. അങ്ങനെ നമ്മൾ ഇപ്പോ എല്ലാത്തിനും ഒരു സബ് ഫീൽഡ് വരുന്നില്ലേ. ആ ഒരു ഫോർ എക്സാമ്പിൾ ഐ ആം എ സൈക്കോളജിസ്റ്റ് വിത്ത് എക്സ്പെർട്ടീസ് ഇൻ ഫോറൻസിക് സൈക്കോളജി. നമ്മളുടെ ഒരു പ്രൊഫഷനിൽ തന്നെ നമ്മുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്താണ് എന്ന് ക്ലിയർ ആക്കുക. നെക്സ്റ്റ്, ഹൗ ഡിഡ് വി കെയിം ടു നോ അബൌട്ട് ദം, ഹൗ ഡിഡ് വി കം ടു നോ അബൌട്ട് ദം, നമ്മൾ എങ്ങനെ ഇവരെ കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് പറയുക. ഐ റീസെന്റ്ലി came across your profile in LinkedIn ആണോ, ഫേസ്ബുക്ക് ആണോ, ന്യൂസ് പേപ്പർ ആണോ, എവിടെയാണോ നമ്മൾ അവരെ കുറിച്ച് കണ്ടത് അത് മെൻഷൻ ചെയ്യുക. ആൻഡ് was impressed by your recent project അല്ലെങ്കിൽ recent award, എന്താണോ നിങ്ങൾ കണ്ട് ഇംപ്രസ്ഡ് ആയത്, ആ ഇംപ്രസ് ആയ സംഭവം അവിടെ എഴുതുക. I am always eager to connect with like-minded professionals and explore potential collaborations or simply exchange insights. അതായത് എന്താ സിംപ്ലി എക്സ്ചേഞ്ച് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന് നമ്മൾ കൊളാബ് ചെയ്യുക അല്ലെങ്കിൽ പോലും നമ്മൾ തമ്മിൽ കണ്ട് നമ്മളുടെ അറിവുകൾ ഷെയർ ചെയ്യുന്നതിനാണ് സിംപ്ലി എക്സ്ചേഞ്ച് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. I would appreciate the opportunity to connect with you at your convenience. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങളുമായി കണക്ട് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Please let me know if you have some time for a brief call or meeting. Thank you for considering my request and I look forward to the possibility of connecting. Best regards അല്ലെങ്കിൽ with regards, നമ്മളുടെ പേര് എഴുതുക, നമ്മളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുക. Okay, so this is the shortest form of a professional email. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊളാബറേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ എന്താണ് അച്ചീവ്മെന്റ്സും കൂടെ ഒക്കെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഞാനിവിടെ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ ആ ഒരു ഇമെയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നതാണ്. ഓക്കെ, എനി ഡൗട്ട്സ്? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് ഇസ് ഇംഗ്ലീഷ് ഇന്ററാക്ഷൻ ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആയിരുന്നു ഓൺലൈൻ ഫോറംസ് അല്ലെങ്കിൽ ഓൺലൈൻ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ. അപ്പോ നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് എന്താ ഡിഫറെന്റ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്ത് പഠിക്കാം, സൂം ക്ലാസ്സസ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. ദെൻ ആപ്സ് യൂസ് ചെയ്യാം, ഡുവോലിംഗോ പോലത്തെ ആപ്സ് യൂസ് ചെയ്യാം. അതിന്റെയൊക്കെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്താണ് എന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് how is it like I've framed these advantages and limitations in like 2 or 3 words. സെന്റൻസുകൾ ആക്കാതെ ഈ അഡ്വാൻറ്റേജസിനെയും ലിമിറ്റേഷൻസിനെയും വെരി ഫ്യൂ വേർഡ്സിലേക്ക് ചുരുക്കിയേക്കാണ് ഞാൻ. ഓക്കെ, ഇത് സെന്റൻസുകൾ എടുത്തിട്ട് ആ ഒരു സെന്റൻസ് കൺവേ ചെയ്യുന്ന സംഗതിയെ ഞാൻ 2 or 3 വേർഡ്സിലേക്ക് ചുരുക്കിയതാണ്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കണേ. അഡ്വാൻറ്റേജസ് എന്താണ്? accessibility to resources അല്ലെ. യു ഹാവ് എ lot of resources on your fingertip. ഒരുപാട് ക്വിസുകള്, ബുക്കുകള്, യൂട്യൂബിൽ വീഡിയോസ്, പോഡ്കാസ്റ്റ്, ന്യൂസ് പേപ്പേഴ്സ് അല്ലെ. You have tremendous accessibility to resources or accessibility to tremendous resources. Next one is interactive learning experiences. ഇപ്പോ നമ്മൾ എന്താണ് ഇവിടെ സൂം ആണ്, ഡിജിറ്റൽ വേൾഡ് ആണെങ്കിൽ പോലും ഒരു ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ ഇന്ററാക്ട് ചെയ്തല്ലേ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ യു ക്യാൻ ഗെറ്റ് ഇന്ററാക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ഈവൻ ഇൻ ഡിജിറ്റൽ വേൾഡ്. സോ ഇറ്റ് ഇസ് ആൻ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഇസ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഇപ്പോ ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലല്ലോ. ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ത്രൂ ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യു കെൻ ഹാവ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. 1-to-1 ടീച്ചിങ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏരിയ ഓഫ് ഡെവലപ്മെന്റ് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ
കോഴ്സ് ചെയ്തു തരും. പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഇപ്പൊ നമ്മളുടെ EEP program is general, open to everyone. So here we cannot have a personalized learning. But in digital world, using different platforms, you can have a personalized learning according to your goals and your needs. Okay. Next is real-time communication and collaboration. അതായത് എന്താണ് ഈ ഫേസ് ടു ഫേസ് റിയൽ ടൈം, അതായത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് അയച്ച് ഞാൻ അത് ഇപ്പൊ തന്നെ റിപ്ലൈ തരും, അതിനെയാണ് റിയൽ ടൈം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേഗം തന്നെ റിപ്ലൈ, ഇപ്പൊ ഒരു മെയിൽ അയച്ച് ഒരു മെയിൽ എന്താണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ അല്ല, കാരണം ഒരു മെയിൽ അയച്ച് അതിന്റെ റിപ്ലൈ എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ നമ്മൾ ഈ സ്കൈപ്പ് കോൾസ്, സൂം കോൾസ്, വാട്സ്ആപ്പ് വീഡിയോ കോൾസ്, വാട്സ്ആപ്പ് കോൾസ് എല്ലാം റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആണ്. All this is helping you to improve your language. Then next is multimedia and authentic content. You are having access to a lot of authentic content published by native English speakers. അല്ലെ, ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആണ്. റിസർച്ച് പേപ്പേഴ്സ് ആയിട്ടും, റിസർച്ചസ് ആയിട്ടും, വീഡിയോസ് ആയിട്ടും, പോഡ്കാസ്റ്റ്, മൾട്ടിമീഡിയ. മൾട്ടിമീഡിയാസിൽ എന്തൊക്കെ വരും? ഓഡിയോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, എന്താണ് മീംസ് ഉണ്ട്, യു ഹാവ് ബുക്സ്, യു ഹാവ് എ ലോട്ട് ഓഫ് content with you. Okay. Now coming to limitations in the Kyana. What are the limitations? Dependency and lack of autonomy. Digital world ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ആവുന്നുണ്ട്. For example, you want to create a speech of your own, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാണ്, create a story of your own. ഇന്ന് നമ്മൾക്ക് ചാറ്റ് GPT ഉണ്ട്. ഇവിടെ ചാറ്റ് GPT യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? Can I have a thumbs up? ചാറ്റ് GPT എന്താണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അറിയില്ല ഒന്ന് പറയോ? യൂസ് ചെയ്യുന്നവരുണ്ട്. ചാറ്റ് GPT അറിയാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഹിയർ. ചാറ്റ് GPT അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞു ഇവിടെ. അങ്ങനെയുള്ള ഒരു സംവിധാനം ഉള്ളത് അറിയില്ല. ഓക്കെ ഫൈൻ. ഓക്കെ, ചാറ്റ് GPT എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദാറ്റ് ഇസ്, നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് ചാറ്റ് GPT എന്ന് അടിച്ചു നോക്കുക. ദാറ്റ് ഇസ് എ AI ജനറേറ്റ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ട് ആണത്. നമ്മൾ നമ്മളുടെ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും ചാറ്റ് GPT നമ്മൾക്ക് റിപ്ലൈ തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് ആ ഒരു ചാറ്റ് GPTനോട് നിങ്ങൾക്ക് ചാറ്റ് GPTയുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചാറ്റ് GPTനോട് ചോദിക്കുന്നത് ചാറ്റ് GPT ഇങ്ങനെ റിപ്ലൈ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ചാറ്റ് GPTനോട് നിങ്ങൾ പറയാണ് പ്ലീസ് ടെൽ മീ എ സ്റ്റോറി about rat and elephant. ആനയും എലിയുമായിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞുതരാൻ പറഞ്ഞാൽ ഏറിപ്പോയാൽ 20 seconds the chat GPT will give you a reply. I use chat GPT in laptop, അതുകൊണ്ട് chat GPT ആപ്പ് ആയിട്ടല്ല, നിങ്ങൾ വെറുതെ ഗൂഗിളില് ചുമ്മാ ഗൂഗിളില് chat GPT, I think you can try now itself. ഇതിപ്പോ chat GPTയുടെ പ്രൊമോഷൻ പോലെ ആയോ? വെറുതെ നിങ്ങളൊന്ന് ചാറ്റ് GPT എന്ന് അടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. കാരണം നമ്മളത് എന്താണ്, അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. സോ ലെറ്റ്സ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇന്നിപ്പോ ഞങ്ങളുടെയൊക്കെ പ്രൊജക്ടുകളിലും ഞങ്ങളുടെയൊക്കെ സെമിനാർസിലൊക്കെ ഒരുപാട് സെമിനാറുകളൊക്കെ എടുക്കാനൊക്കെ ദിസ് ചാറ്റ് GPT is helping us. The chat GPT gives you ideas. ചാറ്റ് GPT കിട്ടിയോ? നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പറ്റുന്നവർ നോക്കോ. യു ഹാവ് ടു ലോഗിൻ ഫസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ ഗൂഗിൾ ID വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ലോഗിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പുതിയൊരു ID ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ഓക്കെ നിങ്ങൾ അത് നോക്കി വരാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നോക്കി വരാം. ഓക്കെ, സോ എന്ന് പറഞ്ഞ് ചാറ്റ് GPTയുമായി, അതെ യെസ് സ്വപ്ന ആ മുകളിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഐ തിങ്ക് ഐ കെൻ ജസ്റ്റ് ഷോ യു. ഒരു സെക്കൻഡ്. യെസ്, കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, താങ്ക് യു. സോ ഞാൻ എന്താ ഇപ്പൊ ഗൂഗിൾ എടുത്തു. ഞാൻ സ്ഥിരമായി ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതാ ഇവിടെ ചാറ്റ് GPT എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ വെറുതെ ഇവിടെ ചാറ്റ് GPT എന്ന് അടിക്കുക. ദിസ് ഇസ് ചാറ്റ് GPT. യു ക്യാൻ സിംപ്ലി ക്ലിക്ക് ഓൺ ഇറ്റ്. സോ ഇറ്റ് വിൽ ആസ്ക് യു ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ. സോ ഇപ്പൊ ഞാൻ പറയാണ് give me a short story of a rat and elephant. It didn't even take 5 seconds. ഇവിടെ ഷോർട്ട് സ്റ്റോറി വന്നു. റാറ്റും എലിഫന്റും ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറി വന്നു. ഓക്കെ, ഇനി ചാറ്റ് GPTയുടെ ക്ലാസ് പോലെ ബട്ട് സ്റ്റിൽ ദിസ് വിൽ ഹെൽപ്പ് യു. അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഇത് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം വലുതായില്ലേ. അപ്പൊ ഞാൻ വീണ്ടും ചാറ്റ് GPTനോട് പറയാണ് can you please make this story. ഇതേ സ്റ്റോറി തന്നെ വീണ്ടും ഷോർട്ട് ആക്കി ചാറ്റ് GPT തരും. നോക്കിയേ,
ഇത്രയും വലിയ സ്റ്റോറി 1 2 3 4 5 പാരഗ്രാഫ്സ് ഉള്ള സ്റ്റോറി ഇവിടെ എനിക്ക് 5 സെന്റൻസസിൽ ചാറ്റ് ജിപിടി തന്നു. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം, ലെറ്റ്സ് ഗോ ബാക്ക്. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇതൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ പുതിയ സ്റ്റോറീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ജിപിടിയുമായിട്ട് ഇരുന്ന് ഡിബേറ്റ് ചെയ്യാം, ഡിബേറ്റ് ടോപ്പിക്സ്. ഓക്കെ, മേക്ക് എൻ ഐഡിയ എന്നും പറഞ്ഞ് ഇത് നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് ചാറ്റ് ജിപിടി കാണണ്ട. ഞാൻ ചാറ്റ് ജിപിടി നല്ലോണം ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാറ്റ് ജിപിടി ജനറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെന്റ് എനിക്ക് മനസ്സിലാവും. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ബിക്കോസ് മൈസെൽഫ് ബീങ് എ പി ജി സ്റ്റുഡന്റ്, മനസ്സിൽ ലഡു പൊട്ടും. ഞാനൊരു പി ജി സ്റ്റുഡന്റ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചാറ്റ് ജിപിടി ഇല്ലാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ ഇല്ല. ഓക്കെ, ഫോർ സംതിങ് ഓർ ദി അതർ ഐ ഹാവ് ടു ടോക്ക് വിത്ത് ചാറ്റ് ജിപിടി. അപ്പൊ അതുകൊണ്ട് തന്നെ ചാറ്റ് ജിപിടിയുടെ ആ ഒരു വർക്കിംഗ് മെക്കാനിസം ഒക്കെ എനിക്കറിയാം. അപ്പൊ നിങ്ങളുടെ ഇറ്റ്സ് ഗുഡ് ഫോർ അസൈൻമെന്റ്സ്, ഇറ്റ്സ് ഗുഡ്. അപ്പൊ ചാറ്റ് ജിപിടി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യല്ല, നിങ്ങൾക്ക് ഐഡിയാസ്. ഞാൻ ക്രിയേറ്റിവിറ്റി കുറഞ്ഞ ഒരാളാണ്. സോ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചാറ്റ് ജിപിടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ലിമിറ്റേഷൻസ് എന്താണ്? ഡിപ്പെൻഡൻസി ആൻഡ് ലാക്ക് ഓഫ് ഓട്ടോണമി. ഇനി ഞങ്ങളുടെയും ബട്ട് എന്താണ്, പ്ലീസ് ഡോണ്ട് ചീറ്റ് മീ. ഞാൻ പാവല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നില്ലേ? സോ ആ ഒരു കൺസിഡറേഷൻ എങ്കിലും എന്റെ അടുത്ത് കാണിക്കണം. ഓക്കെ, ഡിപ്പെൻഡൻസി ആൻഡ് ലാക്ക് ഓഫ് ഓട്ടോണമി നമ്മളെ കൂടുതൽ ഡിപ്പെൻഡന്റ് ആക്കുന്നുണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. നമ്മൾ സ്വന്തമായി വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് ഭയങ്കര ഈസി ആക്കി തരുന്നത് കൊണ്ട് നമ്മളെ കൂടുതൽ ഡിപ്പെൻഡന്റ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ പൊളിച്ച് കണ്ടാൽ മതി, ബട്ട് ഡോണ്ട് കോപ്പി. ഞാനും എന്താണ് ചാറ്റ് ജിപിടി ഒന്നും കോപ്പി പേസ്റ്റ് ചെയ്യാറില്ല. ജസ്റ്റ് ഐ ടേക്ക് ഐഡിയാസ്. ഈവൻ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഐഡിയാസും ഞാൻ ചാറ്റ് ജിപിടി എടുക്കാറുണ്ട്. പക്ഷെ ചാറ്റ് ജിപിടി പറയുന്നത് പോലെയല്ലല്ലോ ഞാനിവിടെ വന്ന് പറയുന്നത്. I change it. So you can take ideas. I get it. I understand. ഞാനും ചുമ്മാ പറഞ്ഞതാ. Okay. And next is limited authentic interactions. നമുക്ക് നെറ്റില് ക്രെഡിബിൾ ആയ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. നമുക്ക് അത്ര റിലയബിൾ അല്ലാത്ത നെറ്റിൽ ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ എന്ത് വേണമെങ്കിലും നമ്മുടേതായിട്ട് അടിച്ചിടാം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒതന്റിക് ആയിട്ടുള്ളത് ഏതാണ്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണ്, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഒതന്റിസിറ്റി മനസ്സിലാക്കി വേണം നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് ലിമിറ്റേഷൻസ്. നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മിനിമം ടെക്നിക്കൽ നോളജ് എങ്കിലും ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് ഇടയ്ക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് വെക്കുകയാണ്, നമ്മൾ വൺസ് ക്ലാസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ഓർക്കുന്നില്ലേ? വി ഹാഡ് എ ടെക്നിക്കൽ ഇഷ്യൂ. സോ സച്ച് കേസസിൽ ദർ ആർ ലിമിറ്റേഷൻസ്. ദെൻ പൊട്ടൻഷ്യൽ ഡിസ്ട്രാക്ഷൻസ്. ദ ഡിജിറ്റൽ വേൾഡ് വിൽ ഡിസ്ട്രാക്ട് യു എ ലോട്ട്. ഇതിപ്പോ എന്താണ് ഒരു സൂം ക്ലാസ് ആയിട്ട് പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് സൈഡില് ഞാൻ ചോദിക്കാതെ അല്ലാതെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് അയക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? കാരണം ഐ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഈസിലി, അതുകൊണ്ടാണ്. സോ നമ്മൾ ഈ ടെക്നിക്കൽ യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് മൈ ഫോൺ. ഞാനിവിടെ എന്തെങ്കിലും PDF വായിക്കുന്നതിനിടക്ക് ഇതിൽ വാട്സ്ആപ്പ് മെസ്സേജ് വരുമ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ വരും. ഈസി ആയിട്ട് ഞാൻ ആ വാട്സ്ആപ്പിലേക്ക് പോകും. പിന്നെ എന്താണ് ഞാൻ ചെയ്തിരുന്നതെന്ന് പോലും മറക്കും. ഓക്കെ, സോ യു ഗോട്ട് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിസ്ട്രാക്ഷൻസ് ഹിയർ. സോ അതനുസരിച്ച് ആ ഒരു എന്താണ് ബോധത്തോടെ കൂടെ വേണം നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇന്ററാക്ട് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് അയക്കുമ്പോൾ ഞാൻ എന്താണ് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നില്ലേ, അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം. ബട്ട് ഓൺലൈനിൽ എന്താ പറയാ, നമുക്ക് ക്വിസ് കളിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇന്നത് തെറ്റിയത് ഇന്ന കാരണം കൊണ്ടാണ് ആരും അങ്ങനെ പറഞ്ഞു തരില്ല. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ക്ലാസ്സസ്, ഇങ്ങനെ റിയൽ ടൈം ക്ലാസ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എന്താണ് മറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്സ്. ബട്ട് ആപ്പുകളും അതുപോലെ വെബ്സൈറ്റ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ യു വോണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലൊരു ടെക്നിക്ക്, ക്രിയേറ്റ് എ പാരഗ്രാഫ് ഓഫ് യുവർ ഓൺ and give it to ChatGPT and ask if there is any doubt, if any corrections are to be made. Okay, നിങ്ങൾ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി അത് ChatGPT-യിൽ ഇട്ടിട്ട് ChatGPT-നോട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ChatGPT അത് കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, പക്ഷെ നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം സ്വന്തം ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ സെൽഫ് കറക്ഷൻ മാത്രം വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു റിസോഴ്സ് പറഞ്ഞു തന്നതാണ്, അത് നിങ്ങളുടെ സ്റ്റഡീസിനെ റിഗ്രസ് ചെയ്യിപ്പിക്കരുത്, നിങ്ങളെ പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കണം. Okay. Next is setting the stage for lifelong English learning. Already
ആ ഒരു സ്റ്റേജ് ആക്ടിവിറ്റി ചെയ്തവരായിരിക്കും ഓൾറെഡി എനിക്ക് സ്വാദിഷിന്റെ കിട്ടി, കവിതയുടെ കിട്ടി ആൻഡ് സ്വപ്നയുടെ കിട്ടി. ബാക്കിയുള്ളവർ ആരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഗിവ് യു എ മിനിറ്റ്, ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കാം. ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തംസ് അപ്പ് ഇടാം. ഓർക്കുന്നില്ലേ നമ്മൾ സ്റ്റെയർ കേസ് ആക്ടിവിറ്റി പറഞ്ഞത്? സ്റ്റെയറിലെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ എന്താണ് ബിഗ്ഗസ്റ്റ് ഗോൾ ടു ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ടു ബി പ്രൊഫഷ്യന്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. പിന്നെ ഓരോ കുഞ്ഞി സ്റ്റെയർമലും അതിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്പ്. ഓക്കെ, വെരി ഗുഡ് ജെയ്സൺ. ഹു എൽസ്? ഷഹാന ഹാസ് ഡൺ, വെരി ഗുഡ്. ദെൻ ഇവിടെ വീണ്ടും കുറച്ച് ഐഡിയാസും കൂടെ തരികയാണ്. ഇനിയിപ്പോ നിങ്ങൾ ആ സ്റ്റെയർ കേസ് ചെയ്തു, അതിൽ വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇൻ കേസ് അത് ഇടക്ക് എന്താണ് റിവൈസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഡു റിവൈസ് ഇറ്റ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കൊക്കെ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠനത്തിന് മാത്രം വേണ്ടി നിൽക്കുന്നവരല്ല അല്ലെ. ഇതും നമ്മളുടെ പ്രയോറിറ്റി ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിൽ പലരും വർക്കിംഗ് ആണ്, മറ്റുള്ള സബ്ജക്ട്സ് പഠിക്കുന്നവരാണ്. സോ ഈ ഒരു എന്താണ് ലേണിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിറ്റർമൈൻ യുവർ ലാംഗ്വേജ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ ഇംഗ്ലീഷ് പഠിക്കുക എന്നതാണ് നമ്മുടെ ലാംഗ്വേജ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവിനെ ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ മൈൽ സ്റ്റോൺസ്. ദാറ്റ് ഇസ് ടു ഇംപ്രൂവ് ഗ്രാമർ, ടു മാസ്റ്റർ ഇൻ വൊക്കാബുലറി, ടു സ്റ്റഡി അബൌട്ട് സെന്റൻസ് സ്ട്രക്ചർ എന്നിങ്ങനെയുള്ളത്. വിക്ടർ ഇന്നാണോ ഫസ്റ്റ് ക്ലാസ്? ഓക്കെ, സോ ഒന്ന് മെന്ററിന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുക. മെന്റർ കുറച്ച് ഫ്യൂ ഡേയ്സ് ബാക്ക് ഉള്ള ആക്ടിവിറ്റീസ് അയച്ചു തരും. അതുപോലെ നമുക്ക് യൂട്യൂബിൽ ഇതുവരെ ഇപ്പൊ 23ാമത്തെ ലൈവ് സെഷനായി. നമ്മളുടെ വളരെ ബേസിക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ അഡ്വാൻസ് ഇംഗ്ലീഷിലേക്ക് എത്തിയിട്ടുണ്ട്. സോ വിക്ടറിന് ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ വിക്ടർ ചെയ്യാൻ പറ്റിയത് പ്രീവിയസ് ക്ലാസ്സസ് ഒരു 10ാമത്തെ ക്ലാസ് മുതലെങ്കിലും ഒന്ന് കേൾക്കുക. തീരെ ബേസിക്സ് ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ് 1 മുതൽ ഒന്ന് കേൾക്കേണ്ടി വരും. അതിന് ഒരു ടൈം കണ്ടെത്തി എന്താണ് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, മെന്ററിനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയൂട്ടോ വിക്ടർ. എനിവേ, വെൽക്കം ടു EP. ഓക്കെ, ഹൗ ടു ലിസൺ ടു പ്രീവിയസ് ക്ലാസ്സസ്? ഓൾ ദ പ്രീവിയസ് ക്ലാസ്സസ് ആർ അവൈലബിൾ ഇൻ യൂട്യൂബ്. യൂട്യൂബിൽ നിങ്ങൾ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയിട്ട് EP എന്ന് അടിച്ചാൽ തന്നെ കിട്ടും. അതല്ല ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പ്ലീസ് ഹാവ് എ വേർഡ് വിത്ത് യുവർ മെന്റർ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക്. നമ്മളുടെ ഗോൾസിന് നമ്മൾ സ്മോളർ മൈൽ സ്റ്റോൺസ് ആക്കുക. വലിയ ഗോളിനെ ചെറിയ 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 കുറെ ഗോൾസ് ആക്കുക. ക്രിയേറ്റ് എ സ്റ്റഡി സ്കെഡ്യൂൾ ആൻഡ് വീണ്ടും പറയാണ് നിങ്ങളുടെ സ്റ്റഡി സ്കെഡ്യൂൾ ഡെയിലി 10 മിനിറ്റ്സ് ആയാലും മതി. ബട്ട് ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റൻസി മാറ്റേഴ്സ് എ ലോട്ട്. പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഒരു കാര്യം പഠിക്കുമ്പോൾ ഓൾറെഡി തറോ ആയിട്ടുള്ള ഒരു കാര്യം റിവൈസ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്താണ് നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ വി ഷുഡ് ബി കൺസിസ്റ്റന്റ്. സോ പ്രിപ്പയർ എ സ്റ്റഡി സ്കെഡ്യൂൾ ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ 10 മിനിറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് എല്ലാ മൺഡേയും ഗ്രാമർ നോക്കും, എല്ലാ ട്യൂസ്ഡേയും നമുക്ക് ക്ലാസ് ഉണ്ട്, ദെൻ എല്ലാ വെനസ്ഡേയും വൊക്കാബുലറിക്ക് ടൈം സ്പെൻഡ് ചെയ്യും, എല്ലാ തേഴ്സ്ഡേയും നിങ്ങൾ എന്താണ് ഒരു സ്റ്റോറി എഴുതി നോക്കുകയോ ഒരു ക്രിയേറ്റീവ് പീസ് എഴുതി നോക്കും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി സ്കെഡ്യൂൾ ഉണ്ടാക്കുക. യൂസ് റിസോഴ്സസ് ആൻഡ് ടൂൾസ്. നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന റിസോഴ്സസ് എന്താണ്? ഒരു ദിവസം അത്, ഒരു ദിവസം ഇത്, അതിനേക്കാൾ ഒരു കൃത്യമായ ഒരു പാറ്റേൺ ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ദെൻ ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഒരു വീക്ക്ലി നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. 2 വീക്സ് കഴിയുമ്പോൾ അനലൈസ് ചെയ്യുക, 1 മന്ത് കഴിയുമ്പോൾ അനലൈസ് ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ച് ഗോൾസിൽ വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ മേക്ക് നെസസറി ചേഞ്ചസ്. ബി ഫ്ലെക്സിബിൾ ഇൻ യുവർ സ്റ്റഡി മെത്തേഡ്. ഓക്കെ, ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. We'll be winding up. Next week we'll be looking into literary analysis discussion, negotiation, role play insights. Appo negotiation based ചെയ്തിട്ടുള്ള role plays ഒന്ന് നോക്കി വന്നോളൂ. Film as a cultural lens, then persuasive writing workshop, digital English exploration, public speaking showcase. So public speaking കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും public speaking ന് റെഡി ആയി വന്നോളൂ. And final one, reflective planning for future growth. Okay, എന്നാ ഒരു 2 മിനിറ്റ്സ് കൂടി എടുത്ത് നമുക്കൊന്ന് സ്വാദിഷിന്റെ സ്റ്റോറി കേട്ടാലോ? നേരത്തെ സ്വാദിഷിന് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇസ് എവ്രിവൺ ഓക്കെ വിത്ത് ഇറ്റ്? നമ്മളുടെ ടൈം ഒന്ന് എക്സീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ്സ് ഒന്ന് സ്പെൻഡ് ചെയ്താലോ? ഓക്കെ, വി ആർ റെഡി. സ്വാദിഷ്, can you please unmute? Yes, ma'am. I am audible. Yes, you are audible. You can start, and please make sure you make your pace of reading a bit slow so that everyone understands. Okay? Oh, okay, ma'am. I mean, it's not a story with a very complicated vocabulary or something. It's a simple story and short story. Okay, ma'am. Okay. So please forgive that I am not using the No, that's totally fine. You are doing higher your... words. No. Yeah, okay.
Its a name is a Facebook post. Okay. Every student laughed, and the whole class seems an opera hall of Charlie Chaplin when Manu entered the class. The teacher looked annoyed and ordered to keep silent. What's so funny? Teacher punched over the desk and said. Still, some students were trying hard to cover up the lotto. Did anybody can explain what's wrong with Manu? Teacher's voice seems soft and enthusiastic. Ma'am, this is all about a Facebook post that Manu had posted last day. Can a Facebook post could create this much fun? Teacher murmured and asked her to explain the post. Ma'am, his post was like this. My auntie passed away. It was her biggest dream and she made it. Feeling so excited and happy. So that's insane. How a person be happy in someone's death and what refers to what refers here? I don't understand. I don't understand. What really happened, Manu? Teacher asked with chaos. Before Manu could explain anything, one of the rebellious boy in the class revealed the truth that Manu's auntie passed a public service exam and instead of the pass, he used the word passed away in the Facebook post. And the most hilarious part is a comment that given by his friend called Anub. Her friend's name Anub. It was congratulations, bro. So that's all. Okay, very good, Swadesh. You have tried your level best. It's okay. അതായത് ഇത് നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഐ മീൻ നമ്മൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുമ്പ് കണ്ടിട്ടുണ്ട് സോ അതിനെ ഒരു ഇംഗ്ലീഷ് ഒരു സ്റ്റോറി രൂപത്തിലേക്ക് യു മേഡ് ഇറ്റ് അപ്പ് യുവർ സ്റ്റോറി ലെവൽ ദാറ്റ്സ് എ വെരി ഗുഡ് ട്രൈ യു മേഡ് ഒരു വേർഡ് ക്ലിയർ ആയില്ലായിരുന്നു ടീച്ചർ ആസ്ക്ഡ് വിത്ത് Teacher, teacher's voice seems soft and enthusiastic. You know. ടീച്ചർ ആസ്ക്ഡ് വിത്ത് എന്തോ പറഞ്ഞു ടീച്ചർ ആസ്ക്ഡ് വിത്ത് chaos എന്നായിരുന്നു എനിക്ക് കേട്ടത് യെസ് കൺഫ്യൂഷൻ എന്ന് പറയില്ലേ കയസ് 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 എന്നുള്ള വേർഡില്ലേ CHAIST ആണോ അല്ല IS അല്ല CHAOS chaos എന്ന് പറഞ്ഞ ഓക്കെ chaos എന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ പക്ഷെ നമ്മളത് കൺഫ്യൂഷന് എന്താ പറയാ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ ടീച്ചർ ആസ്ക്ഡ് വിത്ത് chaos എന്ന് അങ്ങനെ യൂസ് ചെയ്യുന്ന അറിയില്ല അത് ഞാൻ chaos എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഗനൈസ്ഡ് ഓ മൈ റൂം ഇസ് ഫുൾ ഓഫ് chaos എന്ന് പറയാം പക്ഷെ ടീച്ചർ ആസ്ക്ഡ് വിത്ത് chaos എന്നുള്ള ഒരു യൂസേജ് ഞാൻ കേട്ടിട്ടില്ല ഐ വിൽ കൺഫേം ആൻഡ് ലെറ്റ് യു നോ നെക്സ്റ്റ് വീക്ക് ഓക്കെ ഓക്കെ മാം താങ്ക് യു ഓക്കെ സോ എനിവേ ദാറ്റ് വാസ് എ വെരി ഗുഡ് ട്രൈ ആൻഡ് സ്റ്റാർട്ടിംഗിൽ യൂസ് ചെയ്ത് എന്താണ് കുട്ടി വന്നപ്പോ ഒപ്പേര ഹാൾ ഓഫ് ചാർലി ചാപ്ലിൻ എന്ന യൂസേജ് വാസ് ഗുഡ് ഓക്കെ വെരി ഗുഡ് ഒപ്പേര ഓഫ് ചാർലി ചാപ്ലിൻ എന്നോ മറ്റും ഉണ്ടായിരുന്നോ യെസ് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു ഈ കുട്ടി കയറി വന്നപ്പോ എന്താണ് ചാർലി ചാപ്ലിൻ വരുമ്പോ ചിരിക്കുന്നത് പോലെ എന്നുള്ള ഒരു യൂസേജ് അവിടെ കൊണ്ടുവന്നു ദാറ്റ് വാസ് വെരി ഗുഡ് ഓക്കെ യെസ് ഇറ്റ് വാസ് എ സിമ്പിൾ സ്റ്റോറി വെരി ഗുഡ് ഓക്കെ സോ ഷാൽ വി ഓൾ വൈൻഡ് അപ്പ് താങ്ക് യു ഓൾ സി യു ഓൾ നെക്സ്റ്റ് വീക്ക് സോ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് പീസുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഓക്കെ ആൻഡ് എല്ലാവരും ഇനി ഒന്ന് നമ്മുടെ ക്ലാസ് കുറച്ചും കൂടെ ഫ്രീ ആവാനും കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാനൊക്കെ റെഡി ആവുക ഓക്കെ സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് താങ്ക് യു ഓൾ സി യു നെക്സ്റ്റ്